നമുക്കൊന്ന് നാട്ടിൽ പോയാലോ? ഞാനും വാവയും കൂടെ ഇപ്രാവശ്യം നാട്ടിലോട്ട് പോകുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ. വീട്ടിൽ പറഞ്ഞിട്ടില്ല വരുന്ന കാര്യം. പിന്നെ ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് വളരെ കുറേ ദിവസമായി. ഇപ്പോഴാണ് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയത്. പോകുന്ന വഴിയായപ്പോഴത്തേക്ക് ഓട്ടോയിലിരുന്ന് ഉറങ്ങി. നല്ല ഉറക്കമായിരുന്നു. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്ക് എണ്ണീറ്റ് ആക്റ്റീവായി ഒരു ചെറിയ കേക്കൊക്കെ കഴിച്ച് അവൾ ഓക്കെ ആയിട്ടിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊരു മെമ്മു പോയി, അതൊക്കെ കാണിച്ചു. അതിൻ്റെ പുറകിലാണ് ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. ഇത് പോയിട്ടേ അത് വരത്തുള്ളൂ. അതൊക്കെ കാണിച്ചു കൊടുത്ത് ആളിനെ ഒന്ന് കൂളാക്കി. ഇല്ലെങ്കിൽ പിന്നെ അവിടേക്ക് ഒന്ന് ഇറങ്ങി ഓടി ആകെ ബഹളമാവും. ട്രെയിൻ വന്നു. ലഗേജ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അതിനകത്തുള്ള കുറച്ച് ചേട്ടന്മാർ അവർ സാധനമൊക്കെ എടുത്ത് വെച്ച് നമ്മളെ സഹായിച്ചു. അതുകൊണ്ട് ഒറ്റയ്ക്കാണ്ട് ആ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. പിന്നെ വന്ന് അവിടെ പോകുന്നവരുടെയൊക്കെ എണ്ണം എടുത്ത് പോകുന്നവർക്കൊക്കെ ഒരു ഹായ് ബായ് ഒക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങളൊന്നിടയ്ക്ക് ക്ലീൻ ചെയ്യും കേട്ടോ. അവർ ക്ലീൻ ചെയ്തൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല. ഞങ്ങൾക്ക് തന്നെ ക്ലീൻ ചെയ്യണം. അത് നിങ്ങൾക്ക് മനസ്സിലായിപ്പോയി വീഡിയോ വരുമ്പോൾ. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇട്ടേക്കുന്ന ഉടുപ്പ് തന്നെ പൊക്കി അവൾ ക്ലീൻ ചെയ്യുന്നതാണ്. അങ്ങനെ അവളെ ഹാപ്പിയാക്കി കൊണ്ടുപോകാം. ഒറ്റയ്ക്ക് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ഞാൻ ഈ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ കുഞ്ഞിനെയും കൊണ്ട് എങ്ങനെ ഒറ്റയ്ക്ക് വരും, ബുദ്ധിമുട്ടല്ലേ? എൻ്റെ വീട്ടിലാണെങ്കിൽ നല്ല ടെൻഷനായിരുന്നു, ഹസ്ബൻഡിന് അതിനേക്കാളും. പക്ഷെ ഞാൻ മാനേജ് ചെയ്യും. ഇടയ്ക്ക് അവൾക്കുള്ള ഫുഡ് ഞാൻ സ്നാക്സ് എന്തെങ്കിലും കരുതും. പിന്നെ ഇടയ്ക്കൊന്ന് ഫീഡ് ചെയ്ത് അങ്ങനെയൊക്കെ അവളെ ഹാപ്പിയാക്കി കൂടെ കൊണ്ടുപോകും. ഞങ്ങൾ മാവേലിക്കര എത്തി കേട്ടോ. ഞങ്ങളുടെ